എന്താ അമ്മ ഈ വീട്ടിൽ നടക്കുന്നത്? എന്താ എന്താ ഇതിന്റെ അർത്ഥം? അമ്മാവൻ അവനെ അംഗീകരിച്ചു. ഋതികയുടെ ഭർത്താവ് രാജുവിനെ അമ്മയുടെ പുന്നാര അനിയനെ അംഗീകരിച്ചു. അവരുടെ വിവാഹ റിസപ്ഷൻ നടത്താൻ പോകുന്നു. ഞാൻ ഇനി എന്താ വേണ്ടേ? അമ്മാവനെ അവനെ കൊന്ന് സ്വത്ത് മുഴുവൻ നമ്മുടെ പേരിലാക്കണോ? അതോ എല്ലാ പ്ലാനും പദ്ധതിയും വേണ്ടെന്ന് വെച്ച് ആഗ്രഹങ്ങളെല്ലാം മറന്ന് ഞാൻ ബോംബെക്ക് തന്നെ തിരിച്ചു പോണോ? അമ്മ ഇങ്ങനെ കൽപ്രതിമ പോലെ നിൽക്കാതെ വാതുറന്ന് എന്തെങ്കിലും ഒന്നും പറയാമേ. പ്രതാപൻ റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചെന്നല്ലേ ഉള്ളൂ. നിന്റെ സംസാരം കേട്ടാ തോന്നുവല്ലോ റിസപ്ഷൻ കഴിഞ്ഞു എന്ന്. പ്രതാപന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് വ്യക്തമല്ലായിരുന്നു. അവന്റെ ജീവിതത്തിലെ അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതേ രാജുവിനെ ആയിരുന്നു. രാജു സ്വന്തം മകളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അവൻ രാജുവിനെ അവന്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പറിച്ചു മാറ്റിയെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെ എനിക്ക് തെറ്റി. പതിയെ പതിയെ രാജുവിനോട് അവൻ അടുപ്പം കാണിച്ചു തുടങ്ങി. അവസാനം എല്ലാം ഇവിടം വരെ എത്തി. ദീപകേ, നീ തളരരുത്, മനസ്സ് മടുക്കരുത്. ഈ റിസപ്ഷൻ നടക്കാൻ അനുവദിക്കരുത് മോനെ. മുടക്കണം. രാജുവിനെ പ്രതാപന്റെ മുന്നിൽ നാണം കെടുത്തണം. അതൊക്കെ നടക്കും അമ്മേ. എല്ലാ സാഹചര്യങ്ങളും അവൻ അനുകൂല. ഭാഗ്യവും അവന്റെ കൂടെ. പിന്നെ ഭാഗ്യം സാഹചര്യങ്ങളെല്ലാം അവനെതിരാക്കാൻ നിനക്കും എനിക്കും കഴിയാതെ പോയി. ഇത്രയും നാളും നമ്മൾ ഇട്ടതിന്റെ ഇരട്ടി എഫേർട്ട് ഇടണം. എങ്ങനെയും ഈ റിസപ്ഷൻ മുടക്കണം. മുടക്കണ്ടേടാ. അംബികയും മകനും കഴിവില്ലാത്തവരാണോടാ ദീപകെ? അല്ലമ്മേ, നമുക്ക് ഈ റിസപ്ഷൻ മുടക്കണം. ഒരു സൈഡിൽ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിനയം, ഇവിടെ വീട്ടിലാണെങ്കിൽ ഒരു 100 കൂട്ടം പ്രശ്നങ്ങള്. അതിനിടയ്ക്ക് അടുത്ത പുകില്. ഞാൻ എന്ത് ചെയ്യാനാ രാജു? റിസപ്ഷൻ തീരുമാനിച്ചത് ഞാനാണോ? അച്ഛനല്ലേ? റിസപ്ഷൻ നടത്താൻ താല്പര്യമില്ലെങ്കിൽ അത് അച്ഛനോട് രാജുന് തുറന്നു പറയായിരുന്നില്ലേ? പിന്നെ എന്റെ ജീവിതത്തിലെല്ലാം നടക്കുന്നത് എന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചിട്ടാണല്ലോ അല്ലേ? ഞാൻ എന്ത് ചെയ്തിട്ട് ഈശ്വര എന്നോട് ഈ പരീക്ഷണം? ഋതിക മേഡത്തിന് നെറ്റില സിന്ദൂരം തൊട്ടൽ എന്തായിരുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടാ രാജു വെറുതെ എന്നോട് ചാടിക്കയറുന്നേ? ഞാൻ നെറ്റില് സിന്ദൂരം ഇടുന്നത് രാജുന് ഇഷ്ടായിരുന്നില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. നീ എന്താ ഈ കാണിക്കുന്നേ? ഋതിക മേഡത്തോടാണോ കൈ ചൂണ്ടി സംസാരിക്കുന്നേ? ചേച്ചി ഇങ്ങനെ ഒച്ച വെക്കല്ലേ, അച്ഛനമ്മയും കേക്കും. ഓ, നീ പിന്നെ ഇവിടെ നിന്ന് പതിയാണല്ലോ സംസാരിച്ചതല്ലേ? അയൽവക്കത്തുള്ളവർക്കൊക്കെ കിടന്നുറങ്ങാനുള്ളതാ, വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട്. എന്താ പ്രശ്നം? എന്താ പ്രിയേ? പ്രശ്നം എന്താണെന്ന് മോനോട് തന്നെ ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഋതിക മേഡത്തിനോട് കിടന്ന് ചാടുമായിരുന്നു. എന്റെ ദൈവമേ, സത്യമാണോടാ ഞാൻ കേൾക്കുന്നേ? അമ്മേ, അത് നീ മോളോട് ദേഷ്യപ്പെട്ടോ? എന്താ ഋതിക മാഡം, എന്താ പ്രശ്നം? ഞാൻ എന്തായി കേൾക്കുന്നേ? ഞാനെപ്പോഴും പറയാറുള്ളതല്ലേ രാധമ്മേ, നമ്മുടെ മകന് രാജയോഗം ഉണ്ടാവുന്നു. വർമ്മ സാർ ഇവരുടെ കല്യാണം പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു എന്നല്ലേ ഇതിന്റെയൊക്കെ അർത്ഥം? ഓ, എനിക്ക് തൃപ്തിയായി. ഇത്രയും സന്തോഷമുള്ള കാര്യത്തിനാണോ രാജു നീ ഈ പാവം ഋതിക മേഡത്തോട് വഴക്കുണ്ടാക്കിയത്? അത് തന്നെ. നിനക്കിത് എന്തു പറ്റിയടാ? ഒന്നുമില്ലമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. ഈ സമയത്താ എവിടേക്ക്? അത് നമ്മുടെ ആ പുഞ്ചപ്പാടത്തിന്റെ വരമ്പത്ത് പോയിരുന്ന നല്ല തണുത്ത കാറ്റ് കിട്ടും. ആ
ആ കാറ്റത്ത് നിന്ന് ചിന്തിച്ചാലേ നല്ല നല്ല ആലോചനകൾ മനസ്സിൽ വരും. ഇവരെന്തൊക്കെയാ പറയണേ? ഈ ചെക്കനത് എന്തു പറ്റി? രാജു, എടാ രാജു, കണ്ടോ രാധമ്മേ? രാജു എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത്? വീട്ടിലേക്ക് വരാതെ ഇനി പാടവരമ്പത്തെങ്ങാനും കിടന്ന് ഉറങ്ങുവോ? രാജുവിനെ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കിയാലോ? വേണ്ട, പിന്നെ അതിന് ദേഷ്യപ്പെടും. സമാധാനായിട്ടിരുന്ന് കാറ്റുകൊള്ളാൻ പോയതല്ലേ, കാറ്റ് കൊണ്ടിട്ടിങ്ങി വരട്ടെ. അച്ഛൻ നടത്താൻ തീരുമാനിച്ച റിസപ്ഷൻ രാജുവിന് എന്തായാലും മുടക്കാനൊന്നും പറ്റില്ല. ദൈവമേ, കൂടെ ഉണ്ടാവണേ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ കിടക്കുന്നാട്ടില്ലേ. മുഖം കണ്ടില്ലേ, എന്തൊരു നിഷ്കളങ്കത. വർമ്മ സാറിന്റെ മുന്നില് നാളെ ഞാൻ വന്ന് നിൽക്കുമെന്ന് കരുതിയിട്ടുള്ള ഉറക്കമല്ലേ ഇത്? ഉറങ്ങിക്കോ. നാളെ ഞാൻ വർമ്മ സാറിനോട് എല്ലാം തുറന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കും. നോക്കിക്കോ. I love you, രാജു. കേൾക്കുമ്പോഴേ എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഋതിക മാഡത്തിന്റെ കഴുത്ത് ഞാൻ പിടിച്ച് ഇത് ഞാനാ രാജു. മോളെ മോളെ മോളെ, എന്താ മോളെ? രാധമ്മേ, ഒന്നുമില്ല. ഞാനൊരു ഡ്രീം കണ്ടതാ. രാജു വന്നില്ലേ ഇതുവരെ? ഞാൻ വന്നല്ലോ. ആ ശരി. എന്റെ മാഡം, രാജു എപ്പോഴും വന്നേ? രാജു എന്തിനാ എന്റെ കൂടെ കയറി കിടന്നേ? രാജു എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ? ഞാൻ കെട്ടിപ്പിടിച്ചോന്നോ? ഞാനാണോ? ഋതിക മാഡല്ലേ എന്നെ കെട്ടിപ്പിടിച്ച? ഞാനോ? ദേഷ്യം വരുന്നുണ്ടോ? എടുക്കല്ലേ പതുക്കെ. ഞാൻ കിടക്കുന്നിടത്ത് വന്ന് എന്നെ കയറി പിടിച്ചിട്ട് എന്നെ കുറ്റം പറയുന്നു. ഈ ഋതിക മാഡം ഇങ്ങനെ ഒച്ച വെക്കല്ലേ, അമ്മ കേക്കും. കേക്കട്ടെ, രാധമ്മ കേക്കട്ടെ. എന്തൊക്കെയാ ഋതിക മാഡം ഈ പറയുന്നത്? അമ്മ എങ്ങനെ പറഞ്ഞ എനിക്ക് നാണക്കേടല്ലേ? മണ്ട രാജു. ഭാര്യയെ ഭർത്താവ് ഒന്ന് കെട്ടിപ്പിടിച്ചതിന് രാധമ്മ എന്ത് പറയാനാ? പിന്നെ രാജുന് തോന്നുന്നുണ്ടോ ഞാനത് രാധമ്മയോട് പറയൂന്ന്? പോ രാജു, എനിക്ക് നാണം വരുന്നു. അയ്യേ, ഞാനേ അത്രക്കാരനൊന്നും അല്ല. ദൈവത്തിനാണ് ഞാൻ ഋതിക മാഡത്തിന് ആ കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഇല്ല. രാജു കൂടുതലൊന്നും പറയണ്ട. രാജുവിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. രാജു നോക്കിക്കോ, ഞാനത് അച്ഛനോട് പറയും. മാഡം 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 പ്ലീസ് മാഡം, ഞാൻ കാല് പിടിക്കാം മാഡം. ആ, ഞാൻ പറയാതിരിക്കാം. ബട്ട് വൺ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? നാളെ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ വന്ന് റിസപ്ഷനിൽ നിക്കണം. എങ്ങനെ? നാളെ ഞാൻ പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് വന്ന് അച്ഛൻ നടത്താൻ പോകുന്ന റിസപ്ഷന് നിൽക്കണമെന്ന്.
ആ അടവേ കയ്യിൽ തന്നെ അങ്ങ് വെച്ചാ മതി, ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടാ. കാഞ്ഞ ബുദ്ധി തന്നെ. രാജു, ഞാൻ അച്ഛനോട് പറയുവേ. പറഞ്ഞോ, എനിക്കെന്താ? അതും പറഞ്ഞ് എന്നെ വരട്ടാന്നേ മാഡം കരുതണ്ട. ഇനി എന്താ കടമെടുത്താലും ഇത് നടക്കില്ല മാഡം. നമുക്ക് കാണാം. ഓ കാണാന്നേ. പിന്നെ രാജുവിനോടാ കളി. ഋതിക മാഡം കിടന്നുറങ്ങാൻ നോക്ക്. മാഡത്തിന്റെ ഐഡിയ ചീറ്റിപ്പോയി. രാജു, ആ, അതെ, ഞാനേ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഇത് എന്ത് അത്ഭുതം! രാജു ഇത്ര പെട്ടെന്ന് റെഡിയായോ? പിന്നെ റെഡിയാവണ്ടേ? നമുക്ക് നമ്മുടെ വെഡിങ് റിസപ്ഷന് പോകാനുള്ളതല്ലേ. എന്റെ ദൈവമേ, ഞാനിത് എന്താ കേൾക്കുന്നത്? രാജു പറയുന്ന സത്യമാണോ അതോ ഞാൻ സ്വപ്നം കാണുവാണോ? സ്വപ്നമൊന്നുമല്ല, സത്യം. മാഡം വേഗം റെഡിയാവ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കിറങ്ങാം. ശരി രാജു. ഈ ഋതിക മാഡത്തിന്റെ ഒരു കാര്യം, കൊച്ചുകുട്ടികളെ പോലെ ചില സമയത്തുള്ള പെരുമാറ്റം. പിന്നെ ഋതിക മാഡത്തിന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തേക്കണം കേട്ടോ. പാക്ക് ചെയ്യാനോ? എന്തിന്? റിസപ്ഷൻ കഴിഞ്ഞ ഋതിക മാഡം ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഈ വീട്ടിൽ ഋതിക മാഡത്തിന്റെ സാധനങ്ങള്? രാജു, ഈ ചെക്കൻ എന്തിനാ ഋതിക മാഡത്തോട് എപ്പോഴും വഴക്കുണ്ടാക്കണേ? ഇന്നലെ രാത്രി തുടങ്ങിയതാ, ഇന്ന് അവനിട്ട് രണ്ട് പെടപെടക്കണം. രാജു എന്താ പറഞ്ഞ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞ മാഡം, മാഡത്തിന്റെ സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാ പാക്ക് ചെയ്ത് വെച്ചോ. വർമ്മ സാറ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വെഡിങ് റിസപ്ഷൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. രാജു എന്തീ പറയുന്നേ? ഞാൻ ഋതിക മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുമില്ല. ഋതിക മാഡം എന്റെ ഭാര്യയോ അല്ല. മതി, ഇന്നത്തോടെ ഈ നാടകം എനിക്ക് അവസാനിപ്പിക്കണം. ഞാൻ എല്ലാം വർമ്മ സാറിനോട് തുറന്നു പറയാൻ പോവാ. രാജു പതുക്കെ, ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ, എന്തായാലും എല്ലാവരും അറിയും. ഞാൻ അറിയിക്കും. രാജു പ്ലീസ് ഒന്ന് നിർത്താവോ? ഋതിക മാഡം വേഗം ഒരുങ്ങി റെഡിയായി വാ. നമുക്ക് നേരത്തെ വീട്ടിലെത്തണം. രാജു, ഈശ്വര, വിവാഹം കഴിക്കാതെയാ രാജുവിന്റെ ഒപ്പം ഋതിക മാഡം നാളും കഴിഞ്ഞത്. ദൈവമേ, ഈ കുട്ടികളെ എന്താ വിവേക കാട്ടിയ? ഇതെങ്ങാനും പുറം ലോകം അറിഞ്ഞ രാജു അടഞ്ഞു നിൽക്കുക. അവനെങ്ങാനും വർമ്മ സാറിനോട് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രിയേ, നീ പോയി ചായ എടുക്ക്. ആ വേണോട്ടാ, ഇരിക്കെ, കാപ്പി കുടിക്കാം. ഓ, എനിക്കിപ്പോ വേണ്ട, നല്ല വിശപ്പില്ല. ആഹാ, അത് ശരി. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് ബഹളം വെച്ചത്?
കാപ്പി കുടിക്ക്. വർമ്മസാറിന്റെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ? വേണ്ട, വർമ്മസാറിന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരണ്ട. നിങ്ങൾക്ക് എന്താ രാവിലെ? ആ, എന്താമേ എന്തുപറ്റി? എടാ, നിന്റെ അച്ഛൻ പറയുന്ന കേട്ടില്ലേ? ഞങ്ങള് വർമ്മസാറിന്റെ വീട്ടിലേക്ക് വരണ്ടാന്ന്. നിന്റെ കല്യാണത്തിന് റിസപ്ഷനെ ഞങ്ങള് വരാതിരുന്ന എങ്ങനെയാ? അച്ഛൻ എന്താ പറ്റിയേ? പറ്റിയതായിരിക്കല്ലേടി. എന്താ അച്ഛാ, എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയണോടാ. അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ആ, ഇവര് വന്നത് ശരിയാവില്ല. അംബിക മാഡത്തിനും ഇത് ഇഷ്ടാവില്ല. അംബിക മാഡവും ദീപക്കും പതിവ് പോലെ എല്ലാവരെയും കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ നല്ലൊരു ഫംഗ്ഷൻ വെറുതെ അലങ്കോലാവും. അതുകൊണ്ടാ. അല്ലെങ്കിലും ഇവരാരും വരാതിരിക്കുന്ന തന്നെയാ നല്ലത്. ആ, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടമ്മേ. നീയും അച്ഛന്റെ സൈഡായോ ഇപ്പൊ? എന്തൊരു കഷ്ടം ഇത്. എന്നാലും ആരും പോവാതിരുന്ന എങ്ങനെയാ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാം. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. എന്താ അങ്ങളെ, എന്തുപറ്റി? അല്ല, ഞങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാല് അംബിക മാഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് പേടി. അതുകൊണ്ട് റിസപ്ഷന് ഞാൻ മാത്രമേ വരണുള്ളൂ. മോളിരിക്കെ, കാപ്പി കുടിക്കാം. മോനെ ഇരിക്കും. മോനെ, എനിക്ക് വിശപ്പില്ല രാധമേ. അത് ശരി. നിങ്ങൾക്ക് ആർക്കും വിശപ്പില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കിയത്? അമ്മേ, അവിടെ ഋതിക മാഡത്തിന്റെ വീട്ടില് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണില്ലേ? വർമ്മ സാറിന്റെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ ഋതിക മാഡത്തിന് ആഗ്രഹം കാണില്ലേ? രാധമേ, മോളെ, സാരയില്ല മോള്, സന്തോഷായിട്ട് പോയിട്ട് വാ മോളെ. നല്ല കാര്യത്തിന് പോകുമ്പോ കരഞ്ഞോണ്ടാണോ പോകുന്നത്? മോളുടെ ആഗ്രഹം പോലെ വർമ്മ സാറ് നിങ്ങളുടെ വിവാഹം അംഗീകരിച്ചില്ലേ? ഇതിലും വലിയ സന്തോഷം വേറെന്താ? അതെ, ശരിയാ. ഈ കുട്ടികൾ എന്ത് ചതിയാ ദൈവമേ ചെയ്തത്. രാജുവിന്റെ ഋതിക മാഡത്തിന്റെ വിവാഹം നടന്നിട്ടില്ല എന്ന് രാധ അറിയുമ്പോ അവളിനി എങ്ങനെ പ്രതികരിക്കും? മോള് ഞങ്ങളില്ലെന്നോർത്ത് വിഷമിക്കണ്ട. ചടങ്ങൊക്കെ കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ദിവസം മോളുടെ വീട്ടിലേക്ക് പോവാം. അതെ, ശരി രാധമേ. പ്രിയ ചേച്ചി, സന്തോഷമായിട്ട് പോയിട്ട് വരുതിക മാഡം. ഓ, വാ.
ശേഖര ചേട്ടാ, കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഒരു കുഴപ്പമില്ല ഏട്ടാ, എല്ലാം ഓക്കെ. രാജുവിനെ ഹൃദയം കാണുന്നില്ലല്ലോ. അവര് രണ്ടാളും വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ശേഖര, ഒരുക്കങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ടല്ലോ. നമ്മുടെ സ്ഥിരം വർക്കുകൾ ചെയ്യുന്ന ആ, ഇവന്റ് മാനേജ്മെന്റിന്റെ തന്നെയാ ഈ അറേഞ്ച്മെന്റ്സ്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ലേ മോനെ? പിന്നെ ഉഗ്രനായിട്ടുണ്ട്. അല്ല, സി എമ്മും സുകുമാരൻ ചേട്ടനും വരുമോ പ്രതാപ? ആ, ക്ഷണിച്ചിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയമല്ലേ, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, നീ എന്താ റെഡിയാവാത്തെ? ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങാറായില്ലേ? ചെല്ലേ, ചെന്ന് നീ വേഗം റെഡിയായിട്ട് വാ.